കാട്ടുമൃഗശല്യമുണ്ടോ? എങ്കിൽ അതിന് പരിഹാരവുമുണ്ട്. നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണമൊരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ്. കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു. മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ. ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽസ് സോളാർ ഫെൻസിംഗ്, കിള്ളിമംഗലം, ചേലക്കര. ഫോൺ 9744151556 8086216686. കാട്ടാന ശല്യത്തിൽ ഇടതുഭരണത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഭരണത്തിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട MP, MLAയും അടക്കമുള്ള ജനപ്രതിനിധികൾ പൊതുജനത്തെ പറ്റിച്ചു എന്ന് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. പഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ CPIM അധികാരത്തിലാണെന്നിരിക്കെ കാട്ടുമൃഗശല്യത്തിന് ഒരു പരിഹാരം കണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രതിഷേധ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3-4 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മളൊന്നും ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ആന എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഈ തലമുറയിലെ ജനങ്ങളാരും തന്നെ ആന ഇറങ്ങിയതായി നമ്മൾ കേട്ടിട്ടില്ല. 3-4 വർഷം മുന്നേ ഇവിടെ ആന ഇറങ്ങിയപ്പോൾ, വട്ടുള്ളിയിൽ ആന ഇറങ്ങിയപ്പോൾ, അതുപോലെ തന്നെ മാട്ടിങ്ങൽ ആന ഇറങ്ങിയപ്പോൾ, തോട്ടേക്കോട് ആന ഇറങ്ങിയപ്പോൾ, കളപ്പാറ ആന ഇറങ്ങിയപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഓടിച്ചെന്നു. അതുപോലെ തന്നെ പരിഹാരമുണ്ടാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 3-4 വർഷം നമ്മളെ പറ്റിച്ചു. എല്ലാ അമ്മമാരും വിഷമത്തിലാണ്, എല്ലാ നാട്ടുകാരും വിഷമത്തിലാണ്, എല്ലാ ജനങ്ങളും ഭീതിയിലാണ്. ഈ ഭീതിയിലിരിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഗവൺമെന്റ്, അതിന്റെ ആളുകളാണ് ഇവിടുത്തെ യുവാക്കൾ, DYFIക്കാരൻ, SFIക്കാരൻ, അതായത് കുളത്തിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്തകുളത്തി പ്രകടനം നടത്തുന്ന ഇവിടുത്തെ കുട്ടി സഖാക്കളെ, നിങ്ങൾ എന്താണ് ഒരക്ഷരം ഉരിയാടാത്ത ഈ തോന്നൂർക്കരയിലെ തോട്ടേക്കോടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിന് കാരണം? പഞ്ചായത്തിനെതിരെ സംസാരിക്കാൻ ഇവിടുത്തെ സഖാക്ക് കഴിയില്ല, അത് ഞങ്ങളാണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ സംസാരിക്കാൻ കഴിയില്ല, അത് ഞങ്ങളാണ് ഭരിക്കുന്നത്. കേരള സർക്കാരിനെതിരെ സംസാരിക്കാൻ കഴിയില്ല, അത് ഞങ്ങളാണ് ഭരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് താങ്ങായി തണലായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കാര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ആന ഇറങ്ങി ഇനിയും അവിടെ MPയും MLAയും പഞ്ചായത്തും ഒക്കെ വന്ന് സന്ദർശിച്ച് ആനപ്പിണ്ടം കണ്ടിട്ട് അതിന് സല്യൂട്ട് അടിച്ച് പോകുന്ന ജനപ്രതിനിധികളെ, നിങ്ങളോടൊരു കാര്യം പറയാം. ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് കാട്ടാന. ആ കാട്ടാനയ്ക്ക് ഇവിടെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ട ഭക്ഷണവും അതെല്ലാം കാട്ടിൽ തന്നെ ഒരുക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെന്റുകൾ ചെലവഴിക്കുന്നത്. അതെല്ലാം കട്ടുപിടിച്ച് ഈ ജനങ്ങളുടെ ഒരു ദുരിതം മാറ്റാൻ ഒന്നും തന്നെ ചെയ്യാത്ത ഈ സർക്കാരിനെതിരെ ഉള്ള പ്രതിഷേധമാണ്. നിങ്ങൾ കണ്ണു തുറക്കണം. ഇവിടുത്തെ MLA യുവ പ്രതിയെ കണ്ണു തുറക്കണം. ഇവിടുത്തെ MP K. രാധാകൃഷ്ണൻ കണ്ണു തുറക്കണം. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്.